വെറുതെ ഒരു സംശയത്തിന് വേണ്ടി മാത്രമാണ് നമ്മൾ സ്വാതന്ത്ര്യ സമര കാലഘട്ടം 1940 അതെല്ലാവർക്കും അറിയാം. നമ്മുടെ അധ്യാപകർ പഠിപ്പിച്ചതും അങ്ങനെയൊക്കെ വെച്ചിട്ട് അപ്പോൾ പഠിപ്പിക്കുന്ന ഒന്ന് രണ്ട് പേരുകൾ അവർ ഇപ്പോൾ അധ്യാപകർ പഠിപ്പിച്ചിട്ടുണ്ട്. ഞങ്ങളെയൊക്കെ പഠിപ്പിച്ചിട്ടെന്ന് വെച്ചാൽ മഹാത്മാഗാന്ധി, അടുത്തത് മോത്തിലാൽ നെഹ്റുവിൻ്റെ പരമ്പരയിൽ വന്ന ജവഹർലാൽ നെഹ്റു. രണ്ട് പേരുടെ ഗാന്ധി കുടുംബത്തിൽ നിന്നും മഹാത്മാഗാന്ധിയും മോത്തിലാൽ നെഹ്റു എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ ആ പരമ്പരയിൽ വീണ്ടും ജവഹർലാൽ നെഹ്റു. ഈ മഹാത്മാഗാന്ധി, ജവഹർലാൽ നെഹ്റു, ഈ രണ്ട് പേരുകളാണ് പ്രാധാന്യമായിട്ട് ഞങ്ങളെ പഠിപ്പിച്ചിട്ടുള്ളത്. പക്ഷെ ഇത് രണ്ട് കുടുംബമാണ്, രണ്ടിടത്താണ്, രണ്ട് സ്ഥലങ്ങളിലുള്ള സംസ്ഥാനത്തിലൂടെ വന്നവരാണ്. പക്ഷേ നെഹ്റുജിയുടെ എന്ന് പറഞ്ഞാൽ ജവഹർലാൽ നെഹ്റുവിൻ്റെ മകള് ഇന്ദിരാ പ്രിയദർശിനി, പുള്ളി അറിയപ്പെടുന്നത് പിന്നീട് അറിയപ്പെടുന്നത്, ചെറുപ്പത്തിലല്ല പിന്നീട് അറിയപ്പെടുന്നത് ഇന്ദിരാഗാന്ധി എന്നായിരുന്നു. എന്താണ് മറ്റൊരു കുടുംബമായിട്ട്, ഗാന്ധി കുടുംബമായിട്ട് ഇവർക്ക് തമ്മിൽ വലിയ ബന്ധമൊന്നുമില്ല. പക്ഷെ ഇന്ദിരാഗാന്ധി അറിയപ്പെട്ടിരുന്നു അന്ന്. പിന്നീട് വന്ന പരമ്പര മുഴുവനും എന്താണ്, രാജീവ് ഗാന്ധി, അല്ലെങ്കിൽ അദ്ദേഹത്തോടൊപ്പം എന്താണ് സഞ്ജയ് ഗാന്ധി, അദ്ദേഹമാണ് സഞ്ജയ് ഗാന്ധി. അദ്ദേഹത്തെ ഒരുപാട് പേർക്കൊന്നും അറിയില്ല. ഇത് കഴിഞ്ഞിട്ട് വന്നത് പിന്നെന്താണ്, രാഹുൽ ഗാന്ധി, പ്രിയങ്ക ഗാന്ധി, അതോടൊപ്പം മേനകാ ഗാന്ധി, ഇങ്ങനെയുള്ള ഒരുപാട് പേരുകളുണ്ട്. പേരുകളെന്ന് പറഞ്ഞാൽ ഈ ഇൻഷ്യൽ വെച്ചുണ്ട്, ഗാന്ധി ഇൻഷ്യൽ വെച്ചുകൊണ്ട് പേരുകൾ. അപ്പം എങ്ങനെ ഈ രണ്ട് പ്രദേശങ്ങളിൽ, ഒരുപാട് ദൂരമുള്ള പ്രദേശങ്ങളിലുള്ള വ്യക്തികളിലുള്ള രണ്ട് കുടുംബങ്ങളിലുള്ള ഗാന്ധി എന്ന് പറയുന്നത് മോഹൻദാസ് കരംചന്ദ് ഗാന്ധി എന്ന് പറയുന്നത്, അദ്ദേഹത്തിൻ്റെ കുടുംബത്തിലുള്ളവരല്ല ഇവർ. ഇന്ദിരാ പ്രിയദർശിനിയും അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ മക്കളും രാജീവും സഞ്ജയും, അല്ലെങ്കിൽ ചെറുമക്കളായ രാഹുലും പ്രിയങ്കയും, അല്ലെങ്കിൽ ഇനി ഉള്ള ഒന്നും അതല്ല. പക്ഷേ എന്തുകൊണ്ട് ഇന്ദിരാഗാന്ധിയായി? ആ ഗാന്ധി എന്ന് തുടക്കം അവിടെയാണല്ലോ. എന്തുകൊണ്ട് ഇന്ദിരാഗാന്ധിയായി? ഇന്ദിരാ നെഹ്റു എന്ന് അറിയപ്പെടേണ്ടവർ, നെഹ്റു കുടുംബത്തിൽ നെഹ്റുവിൻ്റെ മകളായിട്ട് ജനിച്ച ഇന്ദിരാ പ്രിയദർശിനി, ഇന്ദിരാഗാന്ധി എന്നറിയപ്പെടേണ്ടതല്ലോ, ഇന്ദിരാ നെഹ്റു എന്നറിയപ്പെടേണ്ടത്. എന്തുകൊണ്ട് ഇന്ദിരാഗാന്ധി എന്നറിയപ്പെട്ടു? ഉത്തരങ്ങൾ ചിലപ്പോൾ ഒരുപാട് കാണും. എന്നാലും അതിന് കൃത്യമായൊരു ഉത്തരം വേണ്ടായിരുന്നു. ഞാൻ അതിനുവേണ്ടി ഒരു സംശയം ചോദിച്ചത്. ഓക്കെ.